ആ മഹല്ലുകളൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ സമസ്തയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഈയിടെ ഒരു പുതിയ ശബ്ദം ഉണ്ടായതായി കേട്ടു. സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ മഹല്ലുകൾ രജിസ്റ്റർ ചെയ്യണം. സമസ്ത നേരിട്ട് എങ്ങനെ മഹല്ല് രജിസ്റ്റർ ചെയ്യുക, നേരിട്ട് മദ്രസ നടത്തുക, അങ്ങനെ സംവിധാനം ഇല്ല. പറഞ്ഞാൽ അതിൻ്റെ പിന്നെ എന്തോ ദുരുദ്ദേശം ഉണ്ടാവും. അപ്പം അതൊരു ചതിക്കുഴിയാണോ എന്ന് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. അങ്ങനെ പോയ കൂട്ടത്തിലാണ് 89-ൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും വരുന്നത്. ചില ആളുകൾക്ക് അവരിന്ന് ബഹുമാന്യരായി മാറുകയാണ്, ചില ആളുകൾക്ക് അവരിന്ന് മാതൃകായോഗ്യരായി മാറുകയാണ്, ചില ആളുകൾക്ക് അവരോട് ഐക്യപ്പെടാനും അവരോട് സമരസപ്പെടാനും അവരോട് ഒത്തുപോകാനും വെമ്പൽ കൊള്ളുകയാണ്. ഈ മലബാറിന്റെ കഴിഞ്ഞകാല ചരിത്രത്തെ പഠിക്കാത്തവരാണ് അവർ, അല്ലെങ്കിൽ അതിൽ ബോധ്യം വരാത്തവരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 100 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് യാത്ര നടത്താൻ കാന്തപുരം വിഭാഗത്തിന് എന്താണ് അതിൻ്റെ യോഗ്യത എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഐക്യ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, പലപ്പോഴും നടന്നിട്ടുണ്ട്. അകലങ്ങൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാവരുടെയും പ്രാർത്ഥനയും പരമാവധി ഒന്നാവണം എന്നുള്ളതാണ്. അതിൻ്റെ ഏകദേശമൊക്കെ ലക്ഷങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരെയും വേദനിപ്പിക്കുന്നൊരു വാക്ക് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ജിഫ്രി തങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ബാധകമല്ലല്ലോ, അത് ജിഫ്രി തങ്ങളുടെ നയം. ആ ഒരു അഭിപ്രായത്തോടെ എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട നിരന്തരമായിട്ടുള്ള സംസാരങ്ങളും ഇടപെടലുകളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുന്നികളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ ഫൈസി മലയമ്മ എന്ന ഒരു പണ്ഡിത വേഷധാരി കഴിഞ്ഞ ദിവസം പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നടന്ന സമ്മേളനത്തിൽ തൻ്റെ പ്രസംഗത്തിനിടയിൽ നടത്തിയ ഒരു പരാമർശം വലിയ വിമർശനങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ട്. കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്രയിൽ ഉടനീളം ജാഥാ നായകരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ഐക്യത്തിന് വേണ്ടി നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ തന്നെ ഇ കെ വിഭാഗത്തിൻ്റെ പല നേതാക്കളും സുന്നി ഐക്യത്തിന് വേണ്ടി നിരന്തരമായിട്ട് ഇടപെടലും സംസാരങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളീയ സുന്നികൾ വലിയ പ്രതീക്ഷയിലാണ്. എന്നാൽ സമുദായം ഒരു നിലക്കും ഐക്യപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ചിലരാണ് ഈ ഐക്യത്തിന് തടസ്സമായി ഇന്നും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമുദായം ഒരു നിലക്കും ഐക്യപ്പെടരുത്, മുസ്ലിങ്ങൾ കൂടുതൽ ഭിന്നിച്ച് പോകണമെന്നാണോ അവരൊക്കെ ആഗ്രഹിക്കുന്നത്? അത്തരത്തിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഐക്യം തകർക്കാനും കൂടുതൽ വിഭാഗീയത ഉണ്ടാക്കാനും ചില ഛിദ്രശക്തികൾ നമുക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അത് ആരൊക്കെയാണെന്ന് വ്യക്തമാക്കുന്ന ചില ഉദാഹരണങ്ങളാണ് പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ നടന്ന ആ ചില പ്രസംഗങ്ങളുടെ ഭാഗങ്ങൾ. ആദ്യം നമുക്ക് അബൂബക്കർ ഫൈസി മലയമ്മയുടെ വാക്കുകൾ എന്താണെന്ന് കേൾക്കാം. ഇങ്ങനെ മഹല്ല് ജമാഅത്തുകൾ പിളർത്തിയും വേറെ മഹല്ല് ജമാഅത്തിൽ ജുമാഅത്ത് തുടങ്ങിയും അത് മലയാളത്തിലാണെങ്കിലും മറ്റു ഭാഷയിലാണെങ്കിലും മദ്രസകൾ സ്ഥാപിച്ചും കടന്നുപോയ ആളുകൾ. അങ്ങനെ പോയ കൂട്ടത്തിലാണ് 89-ൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും വരുന്നത്. അബൂബക്കർ മുസ്ലിയാർ ചെയ്ത് നോക്കൂ നിങ്ങൾ. നേതൃത്വക്കാർ ചെയ്തതുപോലെ, ജമാഅത്ത് ഇസ്ലാമിക്കാർ ചെയ്തതുപോലെ, മറ്റ് അവാന്തര വിഭാഗക്കാർ ചെയ്തതുപോലെ അദ്ദേഹം ഈ സ്വഹാബത്ത് പണിത പള്ളിക്ക്, അതുമായി ബന്ധപ്പെട്ട് പിന്നീട് സ്ഥാപിതമാകുന്ന പള്ളിക്ക് സമാന്തരമായി പള്ളി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, മലബാറിലെ മുസ്ലിം സമൂഹത്തിന്റെ അനുഷ്ഠാന കർമ്മത്തെ പോലും ഫസാദാക്കി അദ്ദേഹം വിശുദ്ധ റമളാന്റെ 30ാമത്തെ പകൽ നോമ്പ് പെരുന്നാളാക്കി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അവര് ഒരിക്കലും ബഹുമാന്യരായി മാറാൻ സാധ്യതയില്ല. ചില ആളുകൾക്ക് അവരിന്ന് ബഹുമാന്യരായി മാറുകയാണ്, ചില ആളുകൾക്ക് അവരിന്ന് മാതൃകായോഗ്യരായി മാറുകയാണ്, ചില ആളുകൾക്ക് അവരോട് ഐക്യപ്പെടാനും അവരോട് സമരസപ്പെടാനും അവരോട് ഒത്തുപോകാനും വെമ്പൽ കൊള്ളുകയാണ്. ഈ മലബാറിന്റെ കഴിഞ്ഞകാല ചരിത്രത്തെ പഠിക്കാത്തവരാണ് അവർ, അല്ലെങ്കിൽ അതിൽ ബോധ്യം വരാത്തവരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 35 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും വെറുപ്പും വിദ്വേഷവും പ്രസംഗിച്ച് പൂതി തീർന്നിട്ടില്ല മൂപ്പർക്ക്. കഴിഞ്ഞ 35 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്ന, ഒരേ വിശ്വാസധാരയിൽ മുന്നോട്ട് പോകുന്ന പ്രബലമായിട്ടുള്ള സുന്നി വിഭാഗം, കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന 90% അധികം വരുന്ന സുന്നി വിഭാഗം സംഘടനാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പരസ്പരം വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചളി വാരിയെറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ 35 കൊല്ലമായിട്ട് നമ്മൾ കണ്ടതാണ്. എന്നാൽ ആ സുന്നികൾ പരസ്പരമുള്ള വാശിയും വൈരാഗ്യവും ഒക്കെ മറന്ന്, വെറുപ്പും വിദ്വേഷവും ഒക്കെ മറന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ അവർ തമ്മിലുണ്ടായിരുന്ന സംഘർഷങ്ങളൊക്കെ മറന്നുകൊണ്ട് ഒന്നിക്കാൻ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ, ഇത്തരം ഛിദ്രശക്തികൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ആ പഴയ കാലത്തേക്ക് തന്നെ സുന്നികൾ തിരിച്ചു പോകണം. ആ പരസ്പരമുള്ള കലഹങ്ങളും വിദ്വേഷങ്ങളും അടിപിടികളും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. ഒരു നിലക്കും സഹകരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല എന്നല്ല ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. ഇവരുടെ സംസാരങ്ങളിൽ നിന്ന് നമുക്കതല്ലേ ബോധ്യപ്പെടുന്നത്.
അപ്പം അത്തരക്കാരായ ആളുകൾ നമ്മൾ എങ്ങനെയാണ് ചേർത്ത് പിടിക്കുക? ആ 89 കാലത്തും ഇങ്ങനത്തെ ചില ആളുകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് സുന്നികൾ 2 വിഭാഗമായിട്ട് മാറിയതും പരസ്പരം കലഹിച്ചതുമൊക്കെ. അത് അന്ന് ഇത്തരത്തിലുള്ള ആളുകൾ അന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്. അല്ലെങ്കിൽ അന്ന് ശംസുൽ-ഉലമയുടെ നേതൃത്വത്തിൽ, വലിയ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഐക്യപ്പെടാനുള്ള നിരവധി ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷെ അതൊക്കെ നടക്കാതെ പോയത് ഈ അബൂബക്കർ മലയമ്മ പോലുള്ള ആളുകൾ അന്ന് പിന്നിൽ നിന്ന് വലിയ കളികൾ കളിച്ചത് കൊണ്ടാണ് ഈ സുന്നികളുടെ ഐക്യം അന്ന് നടക്കാതെ പോയത്. ഈ സുന്നികൾ എത്രത്തോളം വലിയ ശത്രുക്കളായി മാറിയത് അന്ന് ഇവരെ പോലുള്ള ആളുകൾ കളിച്ച കളിയുടെ ഭാഗമാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ ഈ സുന്നി സമൂഹം മടങ്ങണമെന്നാണോ ഈ അബൂബക്കർ മലയമ്മയെ പോലുള്ള ആളുകൾ ചിന്തിക്കുന്നത്? ഇയാളുടെ സംസാരം കേട്ടാലേ നമുക്കതല്ലേ മനസ്സിലാവുന്നത്. പരസ്പരം യോജിക്കാൻ പാടില്ല, പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പോരടിച്ചു കൊണ്ടിരിക്കണം, പരസ്പരം കലഹിച്ചു കൊണ്ടിരിക്കണം എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇവരുടെ പ്രസംഗത്തിനിടയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ടി.കെ. വിഭാഗം സമസ്തയും അവരുടെ കീഴ്ഘടകങ്ങളും അവരുടെ പ്രവർത്തകരൊക്കെ ഇവരെ ബഹിഷ്കരിച്ചതിന് കാരണവും അത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ചിന്താഗതിയുമായി നടക്കുമ്പോൾ ഒരു നിലക്കും ഒരു സമാധാനത്തോടെ പ്രവർത്തിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഇവരെ മാറ്റി നിർത്താനും ബഹിഷ്കരിക്കാനും അവർ തീരുമാനിച്ചത് അതിൻ്റെ ഫലമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഇവർ കേവലം കാന്തപുരം ഉസ്താദിനെ മാത്രമാണോ ഈ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, അങ്ങനെ നമ്മൾ ഒരിക്കലും കരുതണ്ട. ഇവർക്ക് കാന്തപുരം ഉസ്താദിനോടുള്ള വിരോധമോ വിയോജിപ്പോ മാത്രമല്ല, ഇവരുടെ തന്നെ സ്വന്തം നേതാവായ ഇവരുടെ സമസ്തയുടെ അധ്യക്ഷനായ ജിഫ്രി തങ്ങളെ പോലും ഇവർ വിമർശിക്കുന്നുണ്ട്. ചിലരത് രഹസ്യമായിട്ട് ചെയ്യുന്നു, മറ്റു ചിലരത് പരസ്യമായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും ഈ സുഹാബികൾ ഇവരുടെ തന്നെ നേതാവായ ഇവരുടെ സമസ്തയുടെ അധ്യക്ഷനായ ജിഫ്രി തങ്ങളെ പോലും വെറുതെ വിടുന്നില്ല, ശക്തമായിട്ട് വിമർശിക്കുകയാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. ഇപ്പം ഇതാ പരസ്യമായിട്ട് സമസ്ത മുഷാവറ അംഗമായ ബഹാവുദ്ദീൻ നദ്വി പോലും സമസ്ത അധ്യക്ഷന്റെ വാക്കുകളെ തള്ളി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരു ദുഷ്ടലാക്കോടെ ചിന്തിക്കുന്ന ആളാണ് എന്നൊക്കെ ചിത്രീകരിക്കുന്ന തരത്തിലാണ് ബഹാവുദ്ദീൻ നദ്വി പ്രസംഗിച്ചത്. അതും പട്ടിക്കാട് ജാമ്യ നൂരിയ സമ്മേളനത്തിൽ വെച്ചിട്ട് പരസ്യമായിട്ട് പ്രസംഗിച്ചത്. ഏതായാലും ആ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണെന്ന് അതും കൂടി കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. യഥാർത്ഥത്തിൽ ഈ മഹല്ലുകളൊക്കെ സമസ്തന്റെ നേതൃത്വത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതാണ്. ഓരോ മഹല്ലുകളും ആ മഹല്ലുകളൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ സമസ്തന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ ഒരു വിശാലമായ ഒരു മഹല്ല് സംഗമം ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കപ്പെടും. കാരണം മഹല്ലുകളെ നമുക്ക് ഒന്നുകൂടി സജീവമാക്കേണ്ടതുണ്ട് സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിലായി. ഈയിടെ ഒരു പുതിയ ശബ്ദം ഉണ്ടായതായി കേട്ടു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ മഹല്ലുകൾ രജിസ്റ്റർ ചെയ്യണം. സമസ്ത നേരിട്ടെങ്ങനെ മഹല്ല് രജിസ്റ്റർ ചെയ്യുക, നേരിട്ട് മദ്രസ നടത്തുക, അങ്ങനെ സംവിധാനം ഇല്ല എന്ന് പറഞ്ഞാൽ സമസ്ത ഇത്തരം കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന രീതി ഇല്ല എന്നർത്ഥം. 100 കൊല്ലമായിട്ടൊന്നില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നേരിട്ട് സമസ്തയിൽ രജിസ്റ്റർ ചെയ്യണം മഹല്ലുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ എന്തോ ദുരുദ്ദേശം ഉണ്ടാവും. കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ എന്നൊരു ആപ്തവാക്യമുണ്ട്. കേട്ടാൽ തിരക്കടില്ല, നല്ലതേനെന്ന് തോന്നും. അതുകൊണ്ട് ബാത്തിലാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടാവുക. കേട്ടാൽ തോന്നുന്ന സമസ്ത നേരിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യുക, സമസ്ത നേരിട്ട് മഹല്ലുകളെ പിന്നെ ഭരിക്കുക, നടത്തുക, സമസ്ത നേരിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കുക, ആസൂത്രണം ചെയ്യുക. അതുതന്നെയാണ് ഈ മഹല്ലിലൂടെ നടക്കുന്നത്. സമസ്തയുടെ മഹല്ലുകളാണ്. മലപ്പുറം ജില്ലയിൽ 4000 മസ്ജിദുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സുന്നി മഹൽ ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്താൽ സമസ്തയിൽ രജിസ്റ്റർ ചെയ്യുന്ന തുല്യമാണ്. സമസ്തയുടെ മദ്രസകളാണ് ഞങ്ങളെ മഹല്ലിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ സമസ്ത നേരിട്ട് മദ്രസ അംഗീകരിക്കണില്ല. പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നുമില്ല, മുഫത്തിസ്മാരെ അയക്കൊന്നുമില്ല. ഒക്കെ വിദ്യാഭ്യാസ ബോർഡാണ് ചെയ്യണത്. പാഠപുസ്തകത്തിൻ്റെ ചട്ട എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ അതിൻ്റെ ചട്ടം മറിച്ചാൽ കാണും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന്. അപ്പോൾ ഈയിടെയായി ഇങ്ങനൊരു ശബ്ദം എവിടെന്നോ വന്നുവെങ്കിൽ കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ എന്ന ആ പ്രസിദ്ധമായ വചനം ഞാനിവിടെ അനുസ്മരിക്കണം. അങ്ങനെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും പല പേരുകൾ, പല പ്രഖ്യാപനങ്ങൾ, പല സർക്കുലറുകൾ, സംവിധാനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിനെതിരെ ബോധവാന്മാരാകാൻ നിങ്ങൾ സന്നദ്ധരാകണം, നാം സന്നദ്ധരാകണം. നമ്മളിങ്ങനെ കേട്ടതാണ് ഇങ്ങനെ ഒരു ശബ്ദം പുറത്ത് വന്നിട്ടുണ്ടെന്ന്. അതിൻ്റെ ഹഖീഖത്ത് മനസ്സിലായിട്ടില്ല. അപ്പം അതൊരു ചതിക്കുഴിയാണോ എന്ന് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. അങ്ങനെ പല ദുഷ്ടലാക്കുകളോടുകൂടിയും പല പവിത്ര കർമ്മങ്ങളും നടത്തപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ.
സമസ്തനെ ഒരിക്കലും ഏതെങ്കിലും നിലക്ക് വ്യംഗ്യമായോ സൂചനാപരമായോ ഒക്കെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ. സമസ്തൻ്റെ തീരുമാനങ്ങളൊക്കെ അത് കാറ്റിൽ പറത്തുന്നവരുണ്ട്. സമസ്തനെ ചെറുതാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി പല പൊള്ളും പറയുന്നവരുണ്ട്, പലരെ കൊണ്ടും പറയിപ്പിക്കണവരുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ കേട്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. ഒരേ സമസ്തയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും ബഹാവുദ്ദീൻ നദ്വിയും. ജിഫ്രി തങ്ങൾ ആ സമസ്തയുടെ അധ്യക്ഷനാണ്. 10,000-കണക്കിന് ആളുകൾ നെഞ്ചേറ്റിയ ഒരു വലിയ പണ്ഡിതനാണ്, സയ്യിദാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പണ്ഡിതന്റെ പരാമർശത്തെ പരസ്യമായിട്ട് വിമർശിക്കുക, പരസ്യമായിട്ട് എതിർക്കുക എന്നൊക്കെ പറയുമ്പോൾ, അതും അതേ സംസ്ഥയിലെ മുഷാവറ അംഗം ഇങ്ങനെ ചെയ്യുമ്പോൾ എത്രത്തോളം വിഭാഗീയതയാണ് ഈ സുഹാബികളുടെ മനസ്സിന്റെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും വാക്കുകളും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. അതൊരിക്കലും ഈ സുന്നികൾ തമ്മിലുള്ള ഈ ഒരു സഹകരണവും ഈ ഐക്യ മനോഭാവത്തിനും തടസ്സം നിൽക്കാൻ പാടില്ല. അവര് ഈ സുഹാബികൾ സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കാനും വിഭാഗീയത ഉണ്ടാക്കാനും ശ്രമിക്കുകയാണ് എന്നുള്ള ആ ഒരു മുൻധാരണ നമുക്കൊക്കെ ഉണ്ടായാൽ ഈ അബൂബക്കർ മലയമ്മെ പോലുള്ള ആളുകൾക്കൊന്നും ഒരു സ്ഥാനവും കിട്ടില്ല, ഒരു അവസരവും കിട്ടില്ല. സമസ്ത അധ്യക്ഷൻ പറഞ്ഞ ഒരു കാര്യം ഇത്രത്തോളം പരസ്യമായിട്ട് എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്യണമെങ്കിൽ ഈ ബഹാവുദ്ദീൻ നദ്വിയുടെ തൊലിക്കട്ടി എത്രത്തോളം ഉണ്ട്. അയാളുടെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ടും അയാളുടെ കളവുകൾ കേട്ടുകൊണ്ടാണ് ഇന്ന് EK വിഭാഗത്തിലെ പല ആളുകളും കാന്തപുരം ഉസ്താദിനെ വിമർശിച്ചിരുന്നത്. എന്നാൽ ഇവരുടെ തനി സ്വഭാവം മനസ്സിലാക്കിയപ്പോൾ അവരുടെ പല ആളുകളും അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ സഹകരിക്കണമെന്ന മനോഭാവമാണ് എല്ലാവർക്കും ഉള്ളത്. അവർക്കറിയാം ഈ നാസർ ഫൈസി കൂടത്തായിയെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ അബൂബക്കർ മലയമ്മെ പോലുള്ള ആളുകൾ, ഈ ബഹാവുദ്ദീൻ നദ്വി പോലുള്ള ആളുകൾ അവരന്ന് പ്രസംഗിച്ചതിൻ്റെ പച്ചക്കളവുകളും ആരോപണം പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഈ സുന്നികൾ തമ്മിലുള്ള ശത്രുത ഇത്രത്തോളം പടർന്ന് പന്തലിച്ചത്. ഇത് ഇത്രത്തോളം രൂക്ഷമായത് എന്ന് അവർ പോലും തിരിച്ചറിയുന്നുണ്ട്. ഇത്തരക്കാരായ ആളുകളെ അവർ പുറന്തള്ളാൻ തന്നെ കാരണം ഇവരുടെ ദുഷ്ടലാക്കോടെയുള്ള ഇത്തരം പരാമർശങ്ങളും പ്രസംഗങ്ങളുമാണ്. ഏതായാലും ഇവരെ പോലുള്ള ആളുകളെ കയറൂരി വിട്ടാൽ ഈ നാട്ടിൽ വെറുപ്പും വിദ്വേഷവും ഇങ്ങനെ പടർന്ന് പന്തലിക്കുമെന്നല്ലാതെ വേറെ ഒരു നേട്ടവുമില്ല. അതുകൊണ്ട് ഇവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ആളുകൾ ഇവരെ നിയന്ത്രിക്കുക തന്നെ ചെയ്യണം. അതല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തണം, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും വേറെ നിവൃത്തി. നമ്മൾ സംഘപരിവാറിനെ നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട്, ഈ വെറുപ്പ് വളർത്തുന്ന മുജാഹിദ് വിഭാഗത്തെ നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരക്കാരായ ആളുകളെ മാറ്റി നിർത്താതെ ഇവിടെ സമൂഹത്തിന്റെ ഐക്യം ഒരിക്കലും സാധ്യമല്ല. സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. കഴിഞ്ഞ 35 കൊല്ലം ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നതല്ലേ. ഒന്ന് പരസ്പരം കണ്ടാൽ പോലും മിണ്ടാത്ത അവസ്ഥ, ഏട്ടനും അനിയനും തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും നടക്കുന്ന ഒരവസ്ഥ, ഒരേ വീട്ടിൽ വാപ്പയും മകനും തമ്മിൽ ഭയങ്കര ശത്രുക്കൾ. എന്തൊക്കെ സംഭവങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു പോയത്. കൊലപാതകങ്ങൾ വരെ നടന്നില്ല നമ്മുടെ നാട്ടിൽ. അതിനെല്ലാം ഇപ്പോൾ ഒരു അറുതി വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും എല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരുടെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും ആ വെറുപ്പും വിദ്വേഷവും പോയിട്ടില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ഒരു കാലത്ത് ശക്തമായി എതിർത്തിരുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പോലും കേരള യാത്രയെയും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയും ഒക്കെ അകമഴിഞ്ഞ് പിന്തുണ കൊടുക്കുമ്പോൾ, പുകഴ്ത്തിക്കൊണ്ട് വാഴ്ത്തിക്കൊണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ഈ അബൂബക്കർ മലയമ്മയെ പോലുള്ള ആളുകൾക്ക് അത് സഹിക്കുന്നില്ല. അദ്ദേഹം ആ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് എന്താണ്? ഈ കാന്തപുരം ഉസ്താദിനെ വാഴ്ത്തി പറയുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ആളുകൾക്കൊന്നും ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല, അവർക്കൊന്നും ഇപ്പോഴും ബുദ്ധി ഉദിച്ചിട്ടില്ലേ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എത്ര നേതാക്കളാണ് കേരള യാത്രയിൽ പങ്കെടുത്തത് ലീഗിന്റെ ഭാഗത്തു നിന്ന്? കേരള യാത്രയിലെ മുഴുവൻ സ്വീകരണ സമ്മേളനത്തിലും ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുണ്ടാവുക ഒരു പക്ഷേ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്. അത് സാദിഖ് അലി തങ്ങളുടെ നിർദ്ദേശപ്രകാരവും അറിവോടെയാണെന്ന് എത്ര നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. മുജാഹിദ് നേതാക്കൾ പോലും അവരുടെ മിമ്പറിൽ വെച്ച് തന്നെ കാന്തപുരം ഉസ്താദിന്റെ മഹത്വവും കേരള യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടല്ലോ. കഴിഞ്ഞ ഒരു സ്വീകരണ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് ഹാരിസ് മീറാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പട്ടിക്കാട് സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ആളാണ്, അങ്ങോട്ട് വരണോ എന്ന് സാദിഖ് അലി തങ്ങളോട് ചോദിച്ചപ്പോൾ വേണ്ട, നിങ്ങൾ അവിടുത്തെ സ്വീകരണ സമ്മേളനത്തിൽ കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രയുടെ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്താൽ മതി എന്നാണ് സാദിഖ് അലി തങ്ങളുടെ നിർദ്ദേശമെന്നാണ് ഹാരിസ് മീറൻ പറഞ്ഞത്. നമ്മളൊക്കെ അത് കേട്ടതാണ്. അപ്പൊ ഇവർക്കൊന്നുമില്ലാത്ത ഒരു ബുദ്ധിയും വിവേകവുമാണോ ഈ മലയമ്മക്കുള്ളത്? അല്ലെങ്കിൽ മലയമ്മ പറഞ്ഞ കാര്യങ്ങൾ അറിയാത്തവരാണോ ഈ മുസ്ലിം ലീഗിലെ നേതാക്കന്മാരൊക്കെ? അപ്പൊ അവരൊക്കെയും കഴിഞ്ഞ കാലത്തെ ആ ഒരു പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഇനി വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള സഹകരണം നൽകിക്കൊണ്ടിരിക്കുന്നത്, മുസ്ലിം ലീഗിന്റെ പതാകയേന്തി തെരുവോരങ്ങളിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തിലുള്ള സംഘർഷങ്ങളും
പ്രശ്നകലുഷിത അന്തരീക്ഷമൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ചില ആളുകൾ ഇപ്പോഴും അത്തരത്തിലുള്ള സംഘർഷം നടക്കണം, അടിപിടി ഉണ്ടാവണം, കൊലപാതകങ്ങൾ നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അത്തരക്കാരായ ആളുകളെ മാറ്റി നിർത്തുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ജനങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുന്ന, വിഭാഗീയത ഉണ്ടാക്കുന്ന, വെറുപ്പും വിദ്വേഷവും വളർത്തുന്ന ആളുകളെ മാറ്റി നിർത്താതെ ഇവിടെ ഐക്യം സാധ്യമല്ല, ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല, ഇവിടെ മനുഷ്യത്വം ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ചില ആളുകളെ കേരളയാത്രയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുള്ളത്. കേരളയാത്രയെ വിമർശിക്കുന്ന ആളുകളും അത്തരത്തിലുള്ള ആളുകളാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. ഇപ്പം അതിന് വ്യക്തമായൊരു ഉദാഹരണം മലയമ്മ ഫൈസിയിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു, ബഹാവുദ്ദീൻ നദ്വിയിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബഹാവുദ്ദീൻ നദ്വിയെ പോലുള്ള ആളുകൾക്ക്, അബൂബക്കർ മലയമ്മ പോലുള്ള ആളുകൾക്ക് അവസരം കൊടുത്താൽ ഇതല്ല ഇതിനപ്പുറവും അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവർക്ക് അവസരം കൊടുക്കാതിരിക്കുക, അവരെ മാറ്റി നിർത്തുക മാത്രമാണ് ഇതിനൊക്കെ പരിഹാരം. ഈ മലയമ്മയുടെ സ്വന്തം നേതാവായ ജബ്ബാർ ഹാജി വരെ അരീക്കോട് നടന്ന സമ്മേളനത്തിൽ പ്രസംഗിച്ചത് നമ്മളൊക്കെ കേട്ടവരല്ലേ. അത്തരക്കാരായ നേതാക്കന്മാർക്കെതിരെ തന്നെയാണ് മലയമ്മ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പൊ ഇവര് തമ്മിൽ തന്നെ യാതൊരു യോജിപ്പില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവരുടെ ഒരു അവസ്ഥ? ജബ്ബാർ ഹാജിയും മറ്റു മുസ്ലിം ലീഗ് നേതാക്കന്മാരൊക്കെ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഈ മലയമ്മയെ പോലുള്ള ആളുകളെ നിങ്ങൾ നിയന്ത്രിക്കുക തന്നെ വേണം, അവരെ പിടിച്ചു കെട്ടുക തന്നെ വേണം. ഇനി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഈ കേരളയാത്രക്കിടയിൽ റിപ്പോർട്ടർ ചാനലുമായി നടത്തിയ ഒരു അഭിമുഖം നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിലെ ചില ഭാഗങ്ങൾ നമ്മളൊന്ന് കണ്ടുവരാം, എന്നിട്ട് ബാക്കി പറയാം. ഇപ്പോൾ കാന്തപുരം ഉസ്താദിനാണ് ഇതിൻ്റെ ഒരു 100 വർഷത്തെ പരമ്പര അവകാശപ്പെടാൻ പറ്റുക എന്ന് പറയുമ്പോഴും അവിഭക്ത സമസ്തയുടെ എല്ലാ ഉത്തരവാദിത്വവും പാരമ്പര്യവും EK വിഭാഗമാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ 100 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് യാത്ര നടത്താൻ കാന്തപുരം വിഭാഗത്തിന് എന്താണ് അതിൻ്റെ ഒരു യോഗ്യത എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഐക്യ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, പലപ്പോഴും നടന്നിട്ടുണ്ട്. അകലങ്ങൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാവരുടെയും പ്രാർത്ഥനയും പരമാവധി ഒന്നാവണം എന്നുള്ളതാണ്. അതിൻ്റെ ഏകദേശമൊക്കെ ലക്ഷങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരെയും വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഒരു മുറിവ് പറ്റിയാൽ അത് ഉണങ്ങണമെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ച് ടൈം കുടിക്കുമല്ലോ. അടുത്ത് തന്നെ അത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. EK സമസ്തയുടെ യാത്രയിൽ ജിഫിർ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു ആദർശപരമായി പല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇസ്തിഗാസിൻ്റെ തവസ്സുലിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്, നിസ്കാരത്തിൻ്റെ റക്കാത്തിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ വ്യക്തിപരമായി ബന്ധം സൂക്ഷിക്കുന്നതിന് പ്രശ്നമില്ല. ആ ഒരു ബന്ധം സൂക്ഷിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ജിഫിർ തങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ബാധകമല്ലല്ലോ. അത് ജിഫ്രി തങ്ങളുടെ നയം. ആ ഒരു അഭിപ്രായത്തോടെ എന്താണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കുന്ന കക്ഷികൾ ആരാണെങ്കിലും അവരുടെ ആദർശങ്ങളും നയങ്ങളും അത് തിരുത്താൻ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലമ്പൂർ 400 പേരാണ്. അവിടെ ഞങ്ങൾ ജാതി നോക്കിയിട്ടില്ല, കക്ഷ്യത്വം നോക്കിയിട്ടില്ല, ഒന്നും. എല്ലാവർക്കും ഞങ്ങൾ 10,000 രൂപ വീതം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഡലിൽ നിന്നപ്പം വരുന്നത് അവിടെ 880 പെൺകുട്ടികൾ അവിടെ കെട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന സാമൂഹ്യക്ഷേമ രംഗങ്ങളിലൊന്നും ഞങ്ങൾ വേർതിരിവൊന്നും ഞങ്ങൾ കാണിക്കാറില്ല. അതേ സ്ഥാനത്ത് ഇപ്പോൾ സലാം ചെല്ലുക, സലാം അടക്കുക, അതുപോലെ തന്നെ ജുമാക്ക് പോവുക, ജുമാക്ക് വരിക, അതൊരു ആരാധനയാണ്. അത് ആരാധനാപരമായ കാര്യങ്ങൾ യോജിക്കണമെങ്കിൽ അവർ ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് അംഗീകരിച്ചാൽ അവർ ഞങ്ങളുടേത് ഇസ്ലാം എന്ന് പുറത്തെല്ലാം സംബന്ധിച്ചാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാം, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ചാനലുകാരന്റെ ചോദ്യത്തിന് ഖലീൽ തങ്ങളുടെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ മറുപടി നമുക്കൊരു മാതൃകയാണ്. ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അത് EK സമസ്തക്കല്ലേ അതിന് അവകാശപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അതിനെ എതിർക്കാനോ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലൊന്നും പറയാതെ എന്താണ് ഖലീൽ തങ്ങൾ പറഞ്ഞത്? സുന്നി ഐക്യ ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ അവർക്കൊരു വേദന ഉണ്ടാക്കാൻ പാടില്ല, അവർക്കൊരു വിയോജിപ്പുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വാക്കുകളും ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ. അതുപോലെ തന്നെ ജിഫ്രി തങ്ങൾ അദ്ദേഹത്തിൻ്റെ സന്ദേശയാത്രയുടെ സമാപനത്തിൽ നടത്തിയ ഒരു പരാമർശം, ആ പരാമർശത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴും ജിഫ്രി തങ്ങളെ വിമർശിക്കുകയോ എതിർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ജിഫ്രി തങ്ങൾ മറ്റൊരു സമസ്തയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നയ നിലപാടുകളുണ്ട് എന്ന് തുറന്നു പറയുക മാത്രമാണ് ചെയ്യുന്നത്. അതല്ലാതെ ജിഫ്രി തങ്ങൾ പറയുന്നത് ശരിയല്ല എന്നോ അതിനോട് ഞങ്ങൾ പൂർണ്ണമായിട്ടും എതിർക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾക്ക് ബാധകമല്ല, അതിലൊതുങ്ങി കാര്യങ്ങൾ അത്ര പറഞ്ഞാൽ മതി. ഈ സമയത്ത് അബൂബക്കർ മലയമ്മയെ പോലുള്ള ആളുകൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പറയാനുണ്ടാവും. ഇരുഭാഗത്തുള്ള നേതാക്കന്മാർക്കും ഒരുപാട് പറയാനുണ്ടാവും. അതൊക്കെ ഇങ്ങനെ പല്ലുകുത്തി മണപ്പിച്ച് ഇപ്പോഴും വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ? കാലാകാലം മരണം വരെ ഇത് പറഞ്ഞിരിക്കണം എന്ന് എന്ത് വാശിയാണ് ഇവർക്കുള്ളത്? അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് ആ പഴയ കാലത്തെ വിഴുപ്പലക്കലുകളൊക്കെ മാറ്റിവെച്ച് സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇന്ന് മുസ്ലിങ്ങൾ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ബിദ്ഈ ഭാഗത്തു നിന്നും വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്.
അപ്പോൾ അതിനെതിരെയൊക്കെ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാൻ സുന്നികൾക്ക് കഴിയും. അവിടെ ആശയപരമായിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല. സുന്നത്ത് ജമാഅത്തിന് ഒരു തലക്കും വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ വെറുപ്പിന്റെ പ്രചാരകരെ, ഈ വിഭാഗീയത ഉണ്ടാക്കുന്ന ആളുകൾ മാറ്റിവെച്ചാൽ മാത്രമേ അതൊക്കെ നടക്കൂ. ഈ കേരള യാത്രയിൽ ഉടനീളം നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. എല്ലാ രാഷ്ട്രീയക്കാരും കൂടെ കൂട്ടുന്നുണ്ട്, എല്ലാ വിഭാഗം ആളുകളും പിന്തുണ അർപ്പിക്കുന്നുണ്ട്. STPI വരെ ഇതിനെ പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. മുജാഹിദ് മെമ്പറിൽ വരെ ഇതിനെ അനുകൂലിച്ച് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ കേരള യാത്രയിൽ വെറുപ്പിന്റെ പ്രചാരകരെയോ വിഭാഗീയത ഉണ്ടാക്കുന്ന ആരെയും കൂടെ കൂട്ടിയിട്ടില്ല. RSSനെ, സംഘപരിവാറിനെയോ ശശികലയെ പോലെയുള്ള ആളുകളെ ഒന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ വെറുപ്പിന്റെ പ്രചാരകരെ, വിഭാഗീയത ഉണ്ടാക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയാലേ ഇവിടെ സമാധാനം ഉണ്ടാവും, മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ കേരള യാത്രയിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ചില ഛിദ്രശക്തികളെ മാറ്റിവെച്ചാലേ കേരള യാത്ര മുന്നോട്ട് വെക്കുന്ന മനുഷ്യർക്കൊപ്പം എന്നുള്ള ആ ഒരു പ്രമേയത്തിൽ പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും കഴിയൂ എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് കേരള യാത്രയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.